ഹായ്, അടിപൊളിയല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് അരുവിക്കര കളത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ പ്രശസ്തമായ വെങ്കലം, അമരം, അതുപോലെ ആകാശദൂത്, ഒരുപാട് നിരവധി നല്ല മനോഹരമായ സിനിമകളിൽ അഭിനയിച്ച നമ്മുടെ ഭരത് മുരളീചേട്ടനെ അടക്കം ചെയ്ത അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം ഉണ്ടായിരുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതിപ്പോ അവിടെ ഇല്ല. അത് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പുള്ളി 1954 ജനിച്ച് 2009 മരണപ്പെടുന്നത്. എങ്കിൽ കൂടെയും അദ്ദേഹം ചെയ്ത നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. അതെന്തിനാണ് ആ ഒരു സ്മൃതി മണ്ഡപം പൊളിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. ഞാനിപ്പോ നിൽക്കുന്നത് അരുവിക്കര കളത്ര എന്ന ഭാഗത്താണ്. ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ മാറിയിട്ടാണ് ഇപ്പൊ മുരളിമുക്ക് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. മുരളിച്ചേട്ടന്റെ സ്മൃതി മണ്ഡപം ഉണ്ടായിരുന്നത് അവിടെയാണ്. അത് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി കാര്യങ്ങൾ തിരക്കാം. ഇങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ ഭാഗത്ത് ഇതുപോലെ ഇല്ല. ഇതെല്ലാം പൊളിച്ചു മാറ്റിയിരിക്കുക. ഇപ്പോ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിവിടെ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഇട്ടിരിക്കുന്നത് കൊണ്ട്, ഈ സ്മൃതി മണ്ഡപം ഉള്ളത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല എന്നൊരു റീസൺ ഉള്ളത് കൊണ്ടാണ് അത് പൊളിച്ചു കളഞ്ഞെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇത് മുരളിച്ചേട്ടൻ വാങ്ങിച്ച സ്ഥലമാണ്. പുള്ളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പുള്ളി അവസാനമായി ഇവിടെ അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ അടക്കം ചെയ്തത്. ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ, ഇവിടെ ആയിരുന്നു മുരളിച്ചേട്ടനെ അടക്കിയിരുന്നൊരു സ്ഥലം. അതാണ് ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്താണ് പുള്ളി അടക്കിയിരുന്നത്. നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു നടന്റെ ഓർമ്മയായിട്ടുണ്ടായിരുന്ന ഒരു സ്മാരകം എന്ന് പറയുക, ഒരു സ്മൃതി മണ്ഡപമാണ് പൊളിച്ചു കളഞ്ഞു. ഇതിലുള്ള വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം കേട്ടോ. ഭയങ്കര വിഷമം തോന്നുന്നു. അതാ പുള്ളിയുടെ ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്തിയിരുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. അത് ഓർമ്മകളാവും. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മൊത്തം കാടും കാര്യങ്ങളായിട്ട് ഇവിടെ ആരും ഇപ്പൊ നോക്കാനൊന്നുമില്ല. ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇവിടെ നശിക്കാറായി. ഈ ഒരു ഭാഗത്താണ് മുരളിച്ചേട്ടന്റെ സ്മൃതി മണ്ഡപം ഉണ്ടായിരുന്നത്. അതിപ്പോ ഇല്ല. അതൊരു ഓർമ്മയായി. പിന്നെ ഈ ഒരു വീടും പരിസരവും നോക്കാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് മുകളിലൊരു കുടുംബത്തിലെ ഒരു ചേട്ടനും അവരുണ്ട്, ഫാമിലിയും ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് മുരളിച്ചേട്ടനെ കുറിച്ചും ബാക്കിയുള്ള വിശേഷങ്ങൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. എന്റെ പേര് ജമീല ബീവി. മുരളി സാറ് എന്റെ അനിയത്തിയുടെ പെരേടമാണ് ഈ വസ്തു. അപ്പൊ അവിടെ വരെയും പോവുകയൊക്കെ ചെയ്ത് അങ്ങോട്ടൊക്കെ വന്ന് നമ്മള് അങ്ങോട്ടൊന്നും കയറി പോവുകയില്ല. ഇത് മതിലിന്റെ അവിടെ നിന്നുകൊണ്ട് നോക്കും, കാര്യങ്ങൾ പറയും. പിന്നെ ഇവര് കയറി പോവുകയും എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ വലിയ മനുഷ്യത്വം ഉള്ളതാണ്. പിന്നെ നമ്മളിവിടെ സാറ് വന്നതിന് ശേഷമാണ് ഈ റോഡൊക്കെ ശരിയായത്. അത് തന്നെ മുരളിമുക്കെന്നാണ് അറിയുന്നത്. അങ്ങനെ അപ്പൊ ഇവര് അന്നേ പോവും. അവര് മരിച്ചതിന്റെ അന്നാണ് ഇവർക്ക് സുഖമില്ലാതായത്. അതൊന്നും തൊട്ട് ഇന്ന് വരെ അസുഖം തന്നെ അവർക്ക് ഉണ്ട്. അവര് വലിയ കാര്യമാണ്. എന്നുവെച്ചാ ഒരു ജോലിക്കാരെ പോലെയല്ല, സ്വന്തം ചേട്ടനെ പോലെ. കള്ളവും കവിടുന്ന അവർക്ക് ഇഷ്ടമല്ല. സത്യസന്നതയിൽ പോണ ആളാണ് ഈ മുരളി സാറ്. അപ്പൊ അതുപോലെയുള്ള വേറെയൊക്കെ 2-3 പേരെയൊക്കെ ഏൽപ്പിച്ചു. അവർക്ക് പറ്റാത്തതുകൊണ്ട് അവര് പിന്നെ ഇവരെ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഇപ്പൊ മരിച്ച് ഇത്രയും വർഷമായി. ഇപ്പൊ അതൊക്കെ അങ്ങ് എല്ലാം പൊളിച്ചൊക്കെ പോയി. അപ്പം പിന്നെ അങ്ങോട്ട് പോകണമെന്നുള്ള താല്പര്യവും കുറവും. പൊളിച്ചോണ്ട് പോയതിനു ശേഷം ഇന്നുവരെ ആരും വന്നില്ല. മക്കൾ എല്ലാരും വലിയ കാര്യമാണ്. ഇന്ന് നോക്ക തന്നെ. ഇപ്പൊ ഇവർക്ക് വയ്യാത്തോണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകണമില്ല.
മുമ്പ് ഇവിടെ ആൾക്കാർ വന്നോണ്ടിരുന്നു, ഇപ്പൊ ആരും ഇങ്ങോട്ട് ഇപ്പം വരക്കുമില്ല. വരണേന്റെ കാര്യല്ലേ, അങ്ങോട്ട് പോകുമ്പോ നമുക്കൊരു വിഷമ. ഒരിതുമില്ല. മുരളിച്ചേട്ടന്റെ ഒരു ഓർമ്മ അവിടെ ഇല്ല. ആ ഒരു വീട് മാത്രമേ. അത് എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ അത് ഇത് കെട്ടിയിട്ട് ആ വീട് വന്നിട്ട്? വീട് വന്നിട്ട് 2009 ഇത് പുള്ളി ഇവിടെ ഇത് വെക്കുന്നത്, മരിക്കുന്നത്. 2009 മരിക്കുന്നത്, വെക്കുന്നത് ഒരു അതിനൊരു 5 വർഷത്തേക്കൊക്കെ മുമ്പേ ആയിരിക്കും. ഇവിടെ വന്ന് താമസമായി. ഇവിടെ 1 മണിക്കൂർ നേരം നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അപ്പോഴത്തന്നെ അങ്ങ് പോവുകയും ചെയ്യും. അയൽവക്കമായിട്ടും എല്ലാവരുടെയും വലിയ സ്നേഹമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ റോഡൊക്കെ ശരിയാക്കി ഈ സാറാണ്. അതേപോലെ 2 പോയിന്റ് ചെയ്തു തന്നത് സാറാണ്. കറണ്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, സാർ അവിടെ വന്നുകൊണ്ട് ഇവരിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ നിന്ന് തരാം, നമ്മളിവിടുന്ന് പോസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കറണ്ട് തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് 5-6 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അത് പോയിന്റ് അവിടെ ചെയ്തപ്പോൾ ഈ 2 പോയിന്റ് ഇവിടെയും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തൊക്കെ തന്നു. പക്ഷെ എല്ലാം ചെയ്തു. പിന്നെ റോഡിനൊക്കെ നല്ലവണ്ണം പരിശ്രമിച്ചു. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യവും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവിടെ ഇരിക്കണമെങ്കിൽ പറഞ്ഞ് ഒരു ചക്ക ആയാലും ഒരു വിറവായാലും സ്വന്തം ഇഷ്ടം പോലെ. സാറുള്ളപ്പോഴും അങ്ങനെ തന്നെ, പറന്നവരും അങ്ങനെ തന്നെ, ഇപ്പം മോനും മരുവോളും വന്നപ്പോഴും അങ്ങനെ തന്നെ. നല്ല ആൾക്കാരാണ്. നമ്മൾ എന്ത് സാധനം എടുത്താലും ഞങ്ങൾക്ക് തരാതെ ഒന്നും കൊണ്ടുപോകില്ല. എടുത്ത് കഴിക്കാത്ത എന്തെന്നല്ലാതെ കഴിച്ച എന്തെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള നല്ല സഹകരണം ഞങ്ങൾക്കൊരു താങ്ങായിരുന്നു കേട്ടാ. വയസ്സായാലത്ത് ഇതുപോലെ എന്തെങ്കിലും 10 പൈസ കിട്ടുമ്പോൾ അതും ഒരു ഐശ്വര്യമല്ലേ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇപ്പം പിന്നെ പോയപ്പം പിന്നെ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ എല്ലാവർക്കും അതൊരു വിഷമമായിപ്പോയി. കാണുമ്പോഴേ വിഷമം തോന്നണേ അങ്ങോട്ട് പോകണം. എനിക്ക് അവിടെ ചെന്ന് അറിയാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, 1 വസ്തു വിൽക്കായിട്ടിരിക്കുന്നു, 2 പറയുന്നു മുരളിച്ചേട്ടന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല, അവർക്ക് വീട്ടിൽ പ്രശ്നമായതുകൊണ്ട് ഇവിടെ നിന്ന് ആവാഹിച്ച് അത് കൊണ്ടുപോയി എന്നൊക്കെയാണ്. പക്ഷെ ഒരു മതത്തിൽപ്പെട്ടവരും ഇങ്ങനൊരു ചടങ്ങ് കഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഒന്നും ഇതുപോലെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്നുള്ളത് എനിക്കറിയില്ല. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ടോ എന്നുള്ളതും അത്ഭുതമാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് അവരുടെ ഫാമിലിയുടെ അടുത്തും മകളുടെ അടുത്തും ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.